റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി എടപ്പാളിന്റെ മുഖമുദ്രയായി ഐശ്വര്യ ഗോൾഡ് പാലസ്. 916 BIS ഹോൾമാർക്ക് HUID സ്വർണ്ണാഭരണങ്ങൾ. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നതിന് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ സുവർണാവസരം. പത്തരമാറ്റിന്റെ പാരമ്പര്യം. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 04942680 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹക്കാന കൊന്നമറാൽ മക്കാവ് വിട്ട് നബി പക്ക മദീന തണവായി ഹാരേതും എത്തിടുക ഈരാറും ഒത്ത ഷഹർ ബാരാൽ പൊറുത്ത പിറകേ തക്കോവർ ഹാമിദരും മിക്കോർ സ്വഹാബികളും ഒക്ക ഇരിക്കുമ്പോഴുതിൽ ജാസൂസോരുത്തർ ബറിയാസീൻ നബിക്കൊരുവി ശേഷം വിരുത്തി പൊരുളായി. പരിശുദ്ധമായ ബദർ ദിനം നടന്ന ഒരു മാസമാണ് വിശുദ്ധമായ റമദാൻ. ആ ബദറിൻ്റെ ചിന്തകൾ അഴവിറക്കിക്കൊണ്ട് ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്വിസിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഷാദിയ. എവിടുന്നാണ്? എരമംഗലം. എന്ത് ചെയ്യുന്നു? പഠിക്കണോ? ഏത് ക്ലാസ്സിലാ? രണ്ടാം ക്ലാസ്സിലാണല്ലേ? നന്നായി പഠിക്കുന്നില്ലേ? നമ്മുടെ പ്രോഗ്രാമൊക്കെ കാണാറുണ്ടോ? എന്നിട്ട് വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. സമ്മാനം കിട്ടിക്കണോ? ഈ പ്രാവശ്യം വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നല്ലേ? ചോദ്യം ചോദിക്കട്ടെ? ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്വിസിലെ ആദ്യത്തെ ചോദ്യം. 3 ചോദ്യങ്ങളാണ്. 3നും ഉത്തരം പറഞ്ഞാൽ സമ്മാനം ഉണ്ടാകും കേട്ടോ. ചോദിക്കട്ടെ? ബദർ യുദ്ധം നടന്നത് ഹിജ്റയുടെ എത്രാം വർഷമാണ്? ബദർ യുദ്ധം നടന്നത് ഹിജ്റയുടെ എത്രാം വർഷമാണ്? ഓപ്ഷൻസ് വേണോ? ഹിജ്റ 1, ഹിജ്റ 2, ഹിജ്റ 3. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ 1 ഹിജ്റ 1 എന്നാണോ? ഓപ്ഷൻ 2 ഹിജ്റ 2. ഏതാ ഉറപ്പിക്കേണ്ടത്? 1 ആണോ 2 ആണോ? 2 ഉറപ്പിക്കാം അല്ലേ? നിങ്ങൾ പറഞ്ഞത് ഹിജ്റ 2 എന്നാണ്. എന്നാൽ ആ ഉത്തരം ശരിയാണ്. അൽഹംദുലില്ലാഹ്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ബദറിൽ ഇബ്ലീസ് ഇറങ്ങിയല്ലോ, ഇബ്ലീസ് പിശാച്. അത് ആരുടെ വേഷത്തിലാണ് ബദറിൽ ഇറങ്ങിയത്? ബദറിൽ ഇബ്ലീസ് ഇറങ്ങിയത് ആരുടെ വേഷത്തിലായിരുന്നു? ഓപ്ഷൻസ് വേണോ? 1 സുറാഖത്ത്, 2 ഇക്രിമത്ത്, 3 സഫറത്ത്. ഇതിലേതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ സഫറത്ത്. സഫറത്ത് എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഉറപ്പിക്കാം? ഹലോ, ഉണ്ടല്ലേ? എന്നാലും ഉറപ്പിക്കാം അല്ലേ? നിങ്ങൾ പറഞ്ഞ ഉത്തരം സഫറത്ത് എന്നാണ്. എന്നാൽ ആ ഉത്തരം ലോക്ക് ചെയ്തിരിക്കുന്നു കേട്ടോ. ഇനി മാറ്റാൻ പറ്റില്ല.
എന്നാലും നമ്മൾ അതാണ് ഉത്തരം നോക്കല്ലേ, നോക്കി നോക്കല്ലേ. മഹാനായ മോയിൻകുട്ടി വൈദ്യരുടെ ബദർ കിസ്സപ്പാട്ടിൽ അത് സംബന്ധമായി പറയുന്നുണ്ട്. ഇശൽ ഏകി എന്ന ഇശലിൽ ചേർന്നിട്ടരികറുകൾ എന്ന ആ ഇശല് മഹാനായിരിക്കുന്ന വൈദ്യരുടെ ആ വരികളിലൂടെ ഏത് വേഷത്തിലാണ് ഇറങ്ങിയത് എന്ന് പറയുന്നുണ്ട്. നോക്കി നോക്കല്ലേ. തെർന്നീങ്കടുത്തപ്പോൾ ഷുജാഹത്ത് മശ്ഹൂറാം ധീരൻ സൂറാക്കത്ത് ഇബ്നു മാലിക്കാം. അവൻ താം തിരുരടം ജഹലുടെ കരമ പിടിത്ത് കിരിമുകളോട് കരിമുകൾ അഴിനൂത്ത് പൊരുതലിൽ ഹറബിനെ നിനയുമൈബത്ത് ചേനൈ കാനിന്ദന്തെ പാടി തോന്നുന്നേ പാടി തോന്നുന്നേ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ? തെറ്റാണ്. നിങ്ങൾ പറഞ്ഞത് സഫറത്ത് എന്നാണ്. സുറാഖത്ത് ബിൻ മാലിക്കിന്റെ വേഷത്തിലാണ് വന്നത് കേട്ടോ. സുറാഖത്താണ് ഉത്തരം ശരി കേട്ടോ. വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഫസീല. ഫസീല എവിടെ നിന്നാണ്? പൊന്നാനി എന്നാണ് അല്ലേ. ചോദ്യം ചോദിക്കാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 3 ചോദ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം നമ്മളൊരു പാട്ടിലൂടെ തുടങ്ങാം. ബദർ ദിനമൊക്കെ ആണല്ലോ. മഹാനായ മോയിൻകുട്ടി വൈദ്യരുടെ ബദർ കിസ്സപ്പടപ്പാട്ടിൽ നിന്നുള്ള വരികളാണ്. ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായ നേരം വളർകൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ട് അബിയൽ വർണ്ണമതാം പിൻരണ്ടും അസുവതുമാമേ. സത്യസരണിയുടെ പൂർണ്ണ അമ്പിളി യാസീനൻ നാമമുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുചരന്മാരുമൊത്തുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഈ സമയം അവിടെ കയ്യിൽ ഉന്നത പദവിയിലുള്ള 3 കൊടികളുണ്ടായിരുന്നു. ഒന്ന് വെളുത്ത കൊടിയാണ്, 2 കറുത്ത കൊടിയാണ്. ഇതിൽ ആ വെളുത്ത കൊടി, ഒന്നാമത്തെ കൊടി കൊടുത്തത് ആർക്കാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വേണോ? ഒന്ന് മിസ്അബ് ബിൻ ഉമൈർ, 2 അലി റളിയല്ലാഹു അൻഹു, 3 അസ്വദ്. ഇതിലേതാണ് ശരിയായ ഉത്തരം? അലി റളിയല്ലാഹു അൻഹുവിന് അല്ലേ? അലി റളിയല്ലാഹു ലോക്ക് ചെയ്യട്ടെ? അലി റളിയല്ലാഹു അത്ര ലോക്ക് ചെയ്യാം. നിങ്ങൾ പറഞ്ഞത് അലി റളിയല്ലാഹു അൻഹു എന്നാണ്. ആ ഉത്തരം ലോക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്നാൽ നമുക്ക് നോക്കാം ആർക്കാ കൊടുത്തു നോക്കാം അല്ലേ. തൊട്ടടുത്ത വരിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, സദത കുടൈക്കോൾ പൊങ്കും തിരുകരമാലൊണ്ടാമ തദ്നബീതൻ തോളർ മിസ്അബിലീന്ദാർ. അപ്പാരാ? അപ്പാരാണ്? മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനാണ് ആദ്യത്തെ കൊടി കൊടുത്തിട്ടുള്ളത് കേട്ടോ. അലി റളിയല്ലാഹു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അതല്ല. ഏതാ ശരിയായ ഉത്തരം? മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആണ് കേട്ടോ. വീണ്ടും വിളിക്കുക, ദുആയിലേക്ക് ഉൾപ്പെടുത്തുക കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിവിഷനിലെ ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? മുഹമ്മദ് ഷഹാദ്. മുഹമ്മദ് ഷഹാദ് എവിടുന്നാണ്? കണ്ടനകം. ഷഹാദെ എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണ്. എത്രാം ക്ലാസ്സിലാണ്? 5. 5. എങ്ങനെയുണ്ട് പഠിത്തൊക്കെ? ഉഷാറല്ലേ? മടിയനാണോ?
അല്ല. നന്നായി പഠിക്കുന്നുണ്ടോ? ആ. പാട്ടൊക്കെ പാടാറുണ്ടോ? ആ. എന്നാ ഒരു പാട്ട് പാടുവോ? സലാം സലാം നബീന ഫലായില സഫീന പുകൾ ഫതി മദീന പൂർണ്ണ കമർ സമാന. സലാം സലാം നബീന ഫലാഹില സഫീന പുകൾ പതി മദീന പൂർണ്ണ കമർ സമാന. ഉദക്കമേ തോഹ പദക്കമേ സ്നേഹ തിലക്കമേ മോഹ കനീ നബീന. ആയിവാ, ഉഷാറാണല്ലോ, നന്നായിട്ടുണ്ട് കേട്ടോ. ആ. എന്നാ ചോദ്യത്തിലേക്ക് കിടക്കാം. ആ. ഞാനും ഒരു പാട്ട് പാടി ചോദിക്കുകയാണ്, ഉത്തരം പറയോ? ആ. നോക്കല്ലേ. ആ. ബദർ യുദ്ധവേളയിൽ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ച ചില ചോദ്യങ്ങളാണ്. ചോദിക്കട്ടെ? ആ. ഉരത്ത് യാ മൗലൽ റൂബ ഉശിരങ്കൽ യാ ഹബീബ ഉദിമങ്കും ത്വാബ ത്വാബ യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ്. അറബികളുടെ യജമാനനായ ഞങ്ങൾക്ക് ജീവന് തുല്യം പ്രിയപ്പെട്ട സൂര്യ ചന്ദ്രനേക്കാളും പ്രഭ വീശുന്ന അള്ളാഹുവിൻ്റെ തിരുദൂതരെ എന്ന് അഭിസംബോധനം ചെയ്തുകൊണ്ട് ബദറിലുണ്ടായ ഒരു സംഭവവികാസവുമായി പ്രതിപാദിക്കുന്ന ഈ കഥാപുരുഷൻ ആരാണ്? ഓപ്ഷൻ. ഓപ്ഷൻ 1. ഹലോ, ആ. കേൾക്കുന്നുണ്ടോ? ആ. 1 അസ്വദ്, 2 സവാദ്, 3 ഇക്രിമത്ത്. ഏതാണ് ശരിയായ ഉത്തരം? ഒന്നുകൂടി ഓപ്ഷൻ. 1 അസ്വദ്, ആ. 2 സവാദ്, 3 ഇക്രിമത്ത്. ഏതാണ് ശരിയായ ഉത്തരം? ഇക്രിമത്ത്. ഇക്രിമത്താണോ? ആ. ഉറപ്പിക്കാം? ഉറപ്പിക്കാം. ഉറപ്പിക്കാം? ആ. ലോക്ക് ചെയ്യട്ടെ? ആ. ലോക്ക് ചെയ്തുട്ടാ. നിങ്ങൾ പറഞ്ഞത് ഇക്രിമത്ത് എന്നാണ് അല്ലേ? ആ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരും സ്വഫായി അണിനിരക്കുകയാണ്. ആ സമയത്ത് സ്വഫിൽ നിൽക്കേണ്ട മഹത്വങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആ. ഉറപ്പിപ്പാനരുള് കേട്ട് സ്വഹാബാക്കൾ നിലത്തെ എന്ന ആ കവിതയിലൂടെ, ആ വരികളിലൂടെ പറയുന്നത് എല്ലാവരും സഫിൽ നിൽക്കുകയാണ്. ഈ സമയത്താണ് ഒരാൾ മുന്നോട്ട് ചാടി നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ പ്രവാചകൻ്റെ കയ്യിലുണ്ടായിരുന്ന കിദ്ഹ്, ഒരു മുനയില്ലാത്ത അമ്പ് വടി കൊണ്ട് ഒന്ന് ചെറുതായിട്ട് കുത്തി. ആ കുത്തിയ സമയത്താണ് ഈ സ്വഹാബി ഇങ്ങനെ പറഞ്ഞത്. ആ സ്വഹാബി നിങ്ങൾ പറയുന്നത് ഇക്രിമത്ത് എന്നാണ്, എന്നാൽ ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം സവാദാണ് കേട്ടോ. ഹലോ, സവാദാണ്. വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ഡെലിക്സിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? അമ്ന ഫാത്തിമ. അമ്ന ഫാത്തിമ എവിടുന്നാണ്? പൊന്നാനി. പൊന്നാനി. അമ്ന ഫാത്തിമക്ക് ചോദ്യത്തിന്റെ ഉത്തരമൊക്കെ പറയാൻ പറ്റുമോ? ആ. ആരാ കൂടെയുള്ളത്? ഉമ്മച്ചി. പിന്നാരാ? പിന്നെ ആരുമില്ല. ആ, എന്നാ അമ്മച്ചിനോട് ചോദ്യത്തിന്റെ ഉത്തരങ്ങളൊക്കെ ചോദിച്ച് പെട്ടെന്ന് പറയോ? ആ. പറയോ? ചെറിയ ചോദ്യം ചോദിക്കുള്ളൂ ട്ടാ. ഉത്തരം വളരെ ചെറുതായിരിക്കും. ചോദ്യം വലുതായാലും ഉത്തരം ചെറുതായിരിക്കും ട്ടോ. ചോദിക്കട്ടെ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധവേളയിൽ
ഹൈമയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഹൈമയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന ആളുടെ പേരെന്താണ്? ഓപ്ഷൻസ് വേണോ? ഒന്ന് അലി റളിയല്ലാഹു അൻഹു, രണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മൂന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആരാണ് കൂടെ ഉണ്ടായിരുന്നത്? അബൂബക്കർ സിദ്ദീഖ്. ഹലോ, അബൂബക്കർ സിദ്ദീഖ് അല്ലേ? അബൂബക്കർ സിദ്ദീഖ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണെന്ന് നോക്കല്ലേ? അതിങ്ങനെയാണ് മോയിൻകുട്ടി വൈദ്യർ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് അല്ലേ. അടലേറ്റം കടുപ്പമായി എനും റാവി വിളമ്പുന്ന് അഖറബുൽ മുഖറബിൻ റസൂലുള്ളാഹ് താൻ മെയ്യെ ആരംഭ തിരുഹൈമ കകം പൂക്കോരായി. അതിന് തൊട്ടടുത്ത വരിയിൽ പറയുന്നുണ്ട്, തടിയേറ്റം വടിപുറ്റ നബി കൂടെ അത്തീഖുള്ള താം മൊയ്യെ സ്വഹാബാക്കൾ. അപ്പം ആരാണ് അത്തീഖുള്ള എന്ന് പറഞ്ഞത്? ആരാ അത്തീഖുള്ള? അത്തീഖുള്ള എന്ന് പറയുന്നത് ആരാ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധം നടക്കാൻ പോകുന്ന ആ സമയത്ത്, ബദർ യുദ്ധവേളയിൽ ഹൈമയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഹൈമയിൽ ഇരിക്കുന്ന സമയത്ത് പ്രവാചകനോട് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, അത്തീഖുള്ള എന്നാണ്. ആരാ അത്തീഖുള്ള? നിങ്ങൾ പറഞ്ഞ ഉത്തരം തന്നെയാണ് അബൂബക്കർ സിദ്ദീഖ്. ശരിയാണ് കേട്ടോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെയാണ് അത്തീഖുള്ള എന്ന് പറയുന്നത്. ഒന്ന് പേടിച്ചോ? ഒന്ന് പേടിച്ചോ? പേടിച്ചിട്ടില്ല അല്ലേ? ശരിയായാലും തെറ്റായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു അല്ലേ? എന്നാ രണ്ടാമത്തെ ചോദ്യം, ബദർ യുദ്ധത്തിൽ എത്ര സ്വഹാബികളാണ് ഷഹീദായത്? മുസ്ലിം പക്ഷത്ത് നിന്ന് ഷഹീദായവർ എത്രയാണ്? 14. അപ്പോൾ ഓപ്ഷനൊന്നും വേണ്ട അല്ലേ? 14 എന്നാണ് പറഞ്ഞ. ഉത്തരം ശരിയാണ് കേട്ടോ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ ഷരീഫ്, ആ ഖുർആനിൽ 2 ബിസ്മിയുള്ള സൂറത്തുണ്ട്. 2 ബിസ്മിയുള്ള സൂറത്ത്. സൂറത്തുൻ നംല്. സൂറത്തുൻ നംല് എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഉത്തരം. ആ ഉത്തരം ശരിയാണ്. സമ്മാനം നേടിയിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? കേൾക്കുന്നില്ല. ആരാണ്? മഹസീൻ. എവിടുന്നാണ്? ഒന്ന് ഒച്ചത്തിൽ പറയോ. എവിടുന്നാ വിളിക്കുന്നത്? പൊന്നാനി എന്നാണ് അല്ലേ? എന്താണ് നോമ്പിന്റെ ക്ഷീണം നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലേ. അതാണ് ഉഷാറില്ലാത്തല്ലേ? എന്നാ ചോദ്യം ചോദിക്കട്ടെ. ബദർ യുദ്ധത്തില് മുസ്ലിം പക്ഷത്ത് എത്ര ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു? ഓപ്ഷൻ വേണോ? 60, 70, 72. അറുപത്, 70, 72. 70 എന്ന ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ്.
അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ആ ബദറിൽ ഷഹീദായ അൻസ്വാറുകൾ എത്ര? ബദറിൽ ഷഹീദായ അൻസ്വാറുകൾ എത്ര പേരുണ്ടായിരുന്നു? ഓപ്ഷൻ ഓപ്ഷൻ 8, 9, 10. 8, 9, 10. 8 ആ 8 എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ഉത്തരം ശരിയാണ്. ആ അടുത്തൊരു ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ് കേട്ടോ. ആ മഹാനായ ഒരു സ്വഹാബി ബദർ യുദ്ധത്തിന് പറയുകയാണ്, കാലിന് വെട്ടേറ്റു, അദ്ദേഹം ഷഹീദായില്ല. അദ്ദേഹം ഷഹീദാകുന്നത് പുറത്തു നിന്നാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നുകൊണ്ട് ആ സ്വഹാബി പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് വെട്ടേറ്റത് പടക്കളത്തിൽ നിന്നാണ്. പടക്കളത്തിന് പുറത്തു നിന്ന് മരണപ്പെട്ടാൽ എനിക്ക് ഷഹീദിൻ്റെ കൂലി കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷഹീദിൻ്റെ കൂലി കിട്ടും, നിങ്ങൾ ഏറ്റവും ഉത്തമനായ ഷഹീദാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കവിത ചൊല്ലിയെന്നാണ്. ഫയഖ്തുറു റിജ്ലി ഫഇന്നീ മുസ്ലിമൂൻ വഅർജു ബിഹി ഐശൻ മിനല്ലാഹി അലിയാ فألبسني الرحمن من فضل منه لباسا من الإسلام غض المساوية. അദ്ദേഹം പറയുകയാണ്, അവർ എൻ്റെ കാല് മുറിച്ചു, എന്നാലും എനിക്ക് ക്ലേശമില്ല. കാരണം തീർച്ചയായും ഞാനൊരു മുസ്ലിമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ നിന്നുള്ള ഔന്നിത്യം, ആ ജീവിതം ഞാൻ ആഗ്രഹിക്കുകയാണ്. ദയാലുവായ നാഥൻ അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് കുറ്റങ്ങൾ മൂടിക്കളയുന്ന ഇസ്ലാമിൻ്റേതായ വസ്ത്രം എന്നെ ധരിപ്പിച്ചു എന്ന ആശയം വരുന്ന ഈ കവിത ചൊല്ലിയത് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ വേണോ? 1 ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു, 2 അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, 3 ഉബൈദത്ത് റളിയല്ലാഹു അൻഹു. ഇതിലേതാണ് ശരിയായ ഉത്തരം? മൂന്ന് ഉബൈദത്ത്. ഹലോ, ഉറപ്പിക്കാം? ഓപ്ഷൻ 1 ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു, 2 അബ്ദുല്ലാഹ് ഇബ്നു റവാഹ, 3 ഉബൈദത്ത് റളിയല്ലാഹു അൻഹു. ഏതാണ്? ഉബൈദത്താണോ? ഉബൈദത്ത് എന്നത് ഉറപ്പിക്കാം? ഉബൈദത്ത് എന്ന ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ഉത്തരം ശരിയാണ്. ഹലോ, വലൈക്കും അസ്സലാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിക്യൂസിലെ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ ഇതേ സമയം ഒരുമിച്ച് കൂടാൻ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ.
ആമീൻ. അസ്സലാമു അലൈക്കും. റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഒരു പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി എടപ്പാളിന്റെ മുഖമുദ്രയായി ഐശ്വര്യ ഗോൾഡ് പാലസ്. 916 BIS ഹോൾമാർക്ക് HUID സ്വർണ്ണാഭരണങ്ങൾ. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നതിന് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ സുവർണാവസരം. പത്തരമാറ്റിന്റെ പാരമ്പര്യം. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 0494 2680 416.